ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി ലെങ്തി വീഡിയോ ഇട്ടിട്ട് ഫുള്ള് തിരക്കായിരുന്നു. വണ്ടി ഓടും, അതിൻ്റെ കൂടെ ഷോർട്സ് എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, അതിൻ്റെ കൂടെ സമയം കിട്ടിയില്ല. പിന്നെ ഇടയ്ക്ക് കുറച്ച് നാട്ടിലൊക്കെ ആയിരുന്നു. അപ്പം കുറച്ച് ദിവസത്തെ മഴയൊക്കെ 2 ദിവസം മാറി നിൽക്കുമായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് പിന്നെയും മഴ ആയിട്ടുണ്ട്. ഇന്നലെ ഇന്നൊക്കെ മഴയായിരുന്നു ഇവിടെ. മഴയൊക്കെ ആയിട്ട് നമുക്കൊരു 3 ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഊബറിൽ നിന്നൊന്നുമല്ല, പറയാൻ മറന്നുപോയി. ഊബർ നമ്മളെ ചതിച്ചു ഗൈസ്. ഊബറല്ല ചതിച്ച, കയറിയ കസ്റ്റമർ ചതിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്ത് ഓട്ടത്തില പിന്നെ വിളിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് വെച്ച് റിപ്പോർട്ട് ചെയ്ത് അക്കൗണ്ട് ബ്ലോക്കാക്കി. ആണ്ടേ ഊബർ അക്കൗണ്ട് ബ്ലോക്കായി ഇന്നലെ മുതൽ. ഞാൻ ഇന്നലെ വൈകിട്ട് റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് അടിച്ചതിനകത്തുനിന്ന് ആ കസ്റ്റമറിനോട് സംസാരിച്ച് അവർക്ക് ഇന്ന് 3 പോകണമായിരുന്നു. അങ്ങനെ അവരോട് സംസാരിച്ച് ആ 3 ഓട്ടം സെറ്റ് ചെയ്ത് അങ്ങനെ 3 പോകാൻ പോവാം. ഞാൻ രാവിലെ MG റോഡിൽ വന്ന് ഇന്നലെ ഉറക്കം കൊണ്ട് ശരിയായിട്ടില്ല. രാവിലെ ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് കരുതി. ഒരു കോഫി കുടിക്കണം. എന്നിട്ട് ആളിവിടെ അടുത്ത് തന്നെ റൂം അവരുടെ പിക്ക് ചെയ്യണം. എന്നിട്ട് 3 പോകണം. എല്ലായിടത്തും ഓണപ്പരിപാടിയാണ് തോന്നുന്നു. പുട്ടിയൊക്കെ വാരിയിട്ടാണ് പിള്ളേർ പോകുന്നത്. പുട്ടി വാരിയിട്ട് ഇറങ്ങിയേക്കുന്ന രാവിലെ എല്ലാം. അപ്പം ഊബർ ചതിച്ച്. ഇനി 2 ദിവസം 3 ദിവസം എടുക്കുമായിരിക്കും അക്കൗണ്ട്. ഞാൻ ഓഫീസിൽ പോയി പറഞ്ഞിട്ടുണ്ട്. നാളെ ഒന്നുകൂടെ ഓഫീസിൽ പോകണം. അല്ലാതെ ഓൺലൈൻ വഴി ഞാൻ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. റാപ്പിഡോയിൽ അങ്ങനെ ഊബർ ട്രിപ്പ് അടിക്കുന്ന പോലെ അടിക്കത്തില്ല, എന്നാലും റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ച്. ഇന്നലെ 1-2 ട്രിപ്പ് അടിച്ച്. അതിലൊരാളെ ഞാൻ അവരെന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാനത് സംസാരിച്ച് സെറ്റ് ചെയ്തത്. അതെന്തോരം കാര്യമായി. മഴയൊക്കെ ആയിട്ടേ ഇപ്പോൾ പകൽ സമയത്ത്, അന്ന് ഞാൻ രാത്രിയായിരുന്നു 3 പോയത്. ഇപ്പോൾ പകൽ സമയം 8 മണി ആയതേ ഉള്ളൂ. മഴയൊക്കെ ആയിട്ട് ഇപ്പം എങ്ങനെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും, എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കാം. അപ്പം ഞാൻ 8 മണിയായി ഇവിടെ ഇറങ്ങുക. ഒരു 5 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. 135 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 3 പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വന്നേക്കാണ്. MG റോഡിലുള്ളേ ഹോട്ടൽ ഐശ്വര്യ എന്ന് പറയുന്ന ഹോട്ടലില്. ഇതാ ഹോട്ടല്. അപ്പം അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന് അവർ താഴോട്ട് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇവരെ പിക്ക് ചെയ്ത് ഇവിടെ നേരെ 3 പോകും. കുറേ ദിവസമായി ലെങ്തി വീഡിയോ ഇട്ടിട്ട് സമയമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം ഇന്നെന്തായാലും ഒരു ലെങ്തി വീഡിയോ ഇടാമെന്ന് കരുതി. ഫുള്ള് ഡാർക്ക് സർക്കിളായി. എല്ലായിടത്തും ഓണപ്പരിപാടിയാണെന്ന് തോന്നുന്നു ഗൈസ്. നല്ല നാടൻ ലുക്കിൽ സാരിയും സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പാവാട ഉടുപ്പൊക്കെ ഇട്ട് ഇഷ്ടം പോലെ പിള്ളേർ പോന്നു ഗൈസ്. അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. എന്നെ വിളിച്ച്. എനിക്ക് വേണ്ടായിരുന്നു. രാവിലെ ഞാൻ ഓൾറെഡി ഒരു പപ്സും ഒരു ചായയും കുടിച്ചോണ്ട് എനിക്ക് അങ്ങോട്ട് വിശപ്പില്ല. അതുപോലെ രാവിലെ അങ്ങനെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് സീനില്ല. അവർ കഴിക്കാൻ പോയി. അങ്ങനെ രാവിലെ തന്നെ പണി കിട്ടിയിട്ടുണ്ട്. ടയർ പഞ്ചറാണ്. രാവിലെ തന്നെ വണ്ടിക്ക് പണി കിട്ടി, പഞ്ചറായി. എന്തുമായാലും രാവിലെ തന്നെ നല്ല പണിയായിട്ട് ടയർ പഞ്ചറായി. ഒരു സ്ക്രൂ കയറിയിരുന്നേ. എനിക്ക് ഇന്നലെ ഡൗട്ട് ഉണ്ടായിരുന്നു എയർ കുറവുള്ളപ്പോൾ ടയർ പഞ്ചറുണ്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പം ഇവിടെ CNG അടിക്കാൻ വന്നപ്പോൾ പമ്പിൽ വെച്ചാൽ ശ്രദ്ധിച്ചത്. എന്തോ ഭാഗ്യത്തിന് പമ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ പഞ്ചർ ഒട്ടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. കട പമ്പിൻ്റെ തന്നെ ആയിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. ഇനി അങ്ങോട്ട് അവർ ഫുഡ് കഴിച്ചിട്ട് അവിടേക്ക് അവരെ വിളിക്കുക പോവാം. പോകുന്ന വഴിയൊക്കെ നല്ല വ്യൂ പോയിന്റുകളിലും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളിലൊക്കെ നിർത്തി ആസ്വദിച്ച് അതൊക്കെ കണ്ടാണ് പോയത്. അങ്ങനെ ഏകദേശം 2 മണിയായപ്പോൾ രാജാക്കാട്ടുള്ള ഇള എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. ചട്ടിച്ചോറും അൽഫാമും ബിരിയാണിയും അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചു. ചട്ടിച്ചോറും ബിരിയാണിയും അൽഫാമും. കേരളത്തിലെ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കണം. കുബൂസൊക്കെ ഇവർ ആദ്യമായിട്ടാണ് കിടന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഫുഡൊക്കെ. രാജാക്കാട്ടിൽ നിന്ന് ഇല റെസ്റ്റോറൻറ്റ്. അവിടുന്ന് ഫുഡ് കഴിച്ച് ഇനി ഇവിടെ നേരെ 3 പോവാം. ബാക്കി വിശേഷം 3 എന്ന് കാണാം. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 3 എത്തിയപ്പോൾ തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കോടയും അതുപോലെ തന്നെ തണുത്ത കാറ്റും. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു.
കിഡിലെ റിസോർട്ടായത് ഗൈസ് കേട്ടോ. ലെക്സ് ഗ്ലാംബ് എന്നാണ് പറയുന്നത്. മൂന്നാറിൽ നിന്ന് 40 കിലോമീറ്ററാണ്. ഈ റിസോർട്ടിൻ്റെ മുകളിലോട്ട് വണ്ടി പോകത്തില്ല. അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് മുകളിൽ കയറി പോകണം. ഏറ്റവും ടോപ്പിലാണ്. റിവർ വ്യൂ ആണ്. അടിപൊളി വ്യൂ ആ താഴോട്ട് നോക്കി ഞാൻ കാണിച്ചു തരാം. ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരട്ടെ. ഇവിടെ വന്നപ്പോഴത്തേക്ക് മഴയും നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഗൈസ് കണ്ടോ. ചെറിയൊരു ചാറ്റൽ മഴയും കോടയും. മേളിൽ നിന്ന് ഓടിക്കറി ഒന്ന് അണയ്ക്കുന്നു. അതവരുടെ റെസ്റ്റോറൻറ്റാണ്. ആ വ്യൂ കണ്ടോ. ഇതാണ് റിസോർട്ട്. മറ്റേല ബബിൾ കണക്കൊക്കെ ഇരിക്കത്തില്ലേ, അതാണ് സംഭവം. 4 മണിയായി, 4:15 ഇവിടെ എത്തിയത്. ലെക്സ് ഗ്ലാംബ് റിസോർട്ട് എന്ന് പറയുന്നത് സൂര്യനെല്ലിക്കടുത്ത രാജാക്കാട് വഴിയാണ് വന്നത്. ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഇവിടെ ഇരിക്കുന്നു. ഇനി ഉറങ്ങാൻ പോകും. നല്ല ടയേർഡാണ്. രാവിലെ ഇറങ്ങി വന്നേലേ. അങ്ങനെ നീണ്ട 2-3 മണിക്കൂറത്തെ ഉറക്കത്തിന് ശേഷം 9 മണിയായപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഗൈസ് കഴിക്കാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും. ഇത് ഈ ഹോട്ടലിലേക്ക് കയറിപ്പോകുന്ന വഴിയാണ്. അവിടെ പാർക്കിംഗ് ഏരിയയും മേളിലാ റിസോർട്ട്. ഉണ്ടോ, അവിടെ വരെ വണ്ടി പോകത്തുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വണ്ടിയിലേക്ക് വന്നു. ഞാൻ വണ്ടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഉറങ്ങാൻ പോവാ. രാവിലെ എണീറ്റ് ഇവിടുന്ന് ഇനി ഇവിടെയൊക്കെ കണ്ടിട്ട് മിക്കവാറും നാളെ അപ്പുറത്തെ ഏതെങ്കിലും ഹോട്ടലിലായിരിക്കും സ്റ്റേ. ഇനി നാളെ ഇവിടെ എല്ലാം കണ്ടിട്ട് ഇടുക്കി പോക്കൊന്നും നടക്കത്തില്ല. രാവിലെ ഇടുക്കി പോയാൽ പോയി, ഇല്ലെങ്കിൽ നാളെ ഇതെല്ലാം കണ്ടിട്ട് ഇവിടെ സ്റ്റേ ആയിട്ട് മറ്റന്നാൾ ഇടുക്കി പോകണം. എന്താണെന്ന് വെച്ചാൽ അവർ നാളെ തീരുമാനിക്കട്ടെ. അപ്പം ഞാൻ ഉറങ്ങാൻ പോവാ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റാ, ഗുഡ് നൈറ്റ്.